ദൈവനാമത്തിന് മഹത്വം. ബറൂഖ് അറ്റഹ് അദോനായ് എലോഹിനു മെലക് ഹഉലാം. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായി നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കും. ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ ആത്മാർത്ഥമായ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന വിഷയത്തിന്റെ തുടർമാനമായ പഠനത്തിലേക്ക് നാം വന്നിരിക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്നും നമ്മുടെ പഠനം ആരംഭിക്കുന്നു. ഒരു വിശ്വാസിയുടെ യാത്ര, ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസ യാത്ര എങ്ങനെയാണെന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെ ജീവിതമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നാം 23-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, അതിന്റെ ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന് വസ്തുവോ ഭൂമിയോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയായ സാറായി മരിച്ചു. പക്ഷെ അടക്കാൻ സ്ഥലമില്ലാതെ ഹിത്യരോട് പോയി സംസാരിക്കുകയും ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു എന്ന് അബ്രഹാം സ്വയം പറയുമ്പോൾ ഹിത്യര് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. ഒരു കാര്യം മനസ്സിലാക്കണേ, ഞാൻ ആ ക്ലാസ്സിൽ ഓർപ്പിച്ചു, മറ്റുള്ളവരാണ് നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യം പറയണം. ഞാൻ അങ്ങ് ഉഗാണ്ടായി പോയതാണ്ട് വലിയ ചെയ്ത് നമ്മൾ തന്നെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നമ്മൾ ആരാണെന്നുള്ളത് മറ്റുള്ളവരുടെ സാക്ഷ്യത്തിലൂടെ വേണം അത് ബോധ്യമാകാൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ഈ കാര്യം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, യജമാനെ എവിടെ വേണമെങ്കിലും എടുത്തോ, ഇത് മുഴുവനും കിടക്കുകയല്ല, ഏത് വേണമെങ്കിലും എടുത്തോ. ഞാൻ ഓർപ്പിച്ചു, അബ്രഹാമിന് ദൈവം കൊടുത്ത സ്വന്തം സ്ഥലത്താണ് അബ്രഹാം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ സ്വന്തമായുള്ള അബ്രഹാം ഒരു സൂചി കുത്താനുള്ള സ്ഥലം സ്വന്തം പേരിൽ എഴുതി ചേർത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നിട്ട് ഭാര്യ മരിച്ചപ്പോ അങ്ങോട്ട് പറയാ, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. അതിന്റെ കാരണമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത് വാക്യത്തിൽ പരിശുദ്ധ അവിടുത്തെഴുതി, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ പോയി പാർത്തു. കണ്ടോ? സ്തോത്രം. വാഗ്ദത്ത ദേശമാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തും അബ്രഹാം പാർത്തത് എങ്ങനെയാണ്? ഒരു അന്യദേശത്തെന്ന പോലെ. എന്നിട്ട് മക്കളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞു, മക്കളെ, ഈ രാജ്യം മുഴുവൻ നമ്മുടെ സ്വന്തമാണ്. നദി മുതൽ മഹാനദി വരെയുള്ള മുഴുവൻ ഇടവും നമ്മുടെ സ്വന്തമാണ്. അതിവിടെ ആരും തന്നതല്ല, സർവശക്തനായ ദൈവം നമുക്ക് നേരിട്ട് തന്നതാണ്, നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇങ്ങോട്ട് നിങ്ങളുടെ ഫോക്കസ് വരരുത്. ദൈവം തന്നതാണെങ്കിൽ പോലും അതിനേക്കാൾ വലുത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരമായിരിക്കണം എന്ന് മക്കളെ പഠിപ്പിച്ചു. അബ്രഹാം ഒരിക്കലും പറഞ്ഞില്ല, മക്കളെ, നമ്മൾ ദൈവത്തെ സേവിച്ചുകൊണ്ട് ഇത്രയൊക്കെ കിട്ടി കേട്ടോ, എന്റെ കാലത്ത് ഈ പരസ്യനാടൊക്കെ ഞാൻ മേടിച്ചു, നിങ്ങളുടെ കാലം ആകുമ്പോൾ സിറിയം കൂടെ മേടിക്കണമെന്ന് അബ്രഹാം മക്കളെ പഠിപ്പിച്ചില്ല. എന്നെ രൂക്ഷമായി നോക്കിയേ. സ്തോത്രം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നിങ്ങളുടെ കാലമാകുമ്പോ അടുത്തുള്ള കൂടെ മേടിക്കണമെന്നല്ല അബ്രഹാം പറഞ്ഞത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്, അവിടെ ഫോക്കസ്ഡ് ആയിക്കോണം, ഇങ്ങോട്ടാകരുത് എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിർത്തി ആ ഭാഗത്തേക്ക് വരാം. ഹിത്യര് വന്ന് പറഞ്ഞു ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ വാങ്ങിക്കാം, പക്ഷെ നിങ്ങൾ വില മേടിച്ചോണം, വെറുതെ എനിക്ക് വേണ്ട, ഞാൻ അതിന് നിങ്ങൾ പറയുന്ന തുക തരാം. ഇതാണ് ഒരു ആത്മീയന്റെ ലക്ഷണം. നമ്മൾ തക്കാളി മേടിക്കാൻ ചെന്നാലും അവനുമായിട്ട് 3 പ്രാവശ്യം ഉറപ്പുണ്ടാക്കിയ 1 കിലോ തക്കാളി മേടിക്കുള്ളൂ.
ശരിയല്ലേ? അവൻ ആ ഉന്തുവണ്ടിയൊക്കെ ഏറ്റവും കയറി ഇതിൽ മറ്റൊരു വരികയല്ലേ, 5 രൂപ അവൻ കൊണ്ടുപോക്കട്ടെ, അവിടെ നമ്മൾ നശിക്കുകയല്ല, അവൻ മുതലാളിയാകുകയില്ല, എന്നാലും അവനോട് മുടക്കിയച്ച നമ്മൾ നിൽക്കും. ശരിയല്ലേ? അബ്രഹാം പറഞ്ഞു, എനിക്ക് സൗജന്യമായിട്ടൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാകുന്നില്ല, ദൈവം കൊടുത്ത സ്വന്തം സ്ഥലമാണെന്ന് വിചാരിച്ചോണം. എന്നിട്ട് അവരോട് പറയാ, ഹിത്യരോട് പറയാണ്, നിങ്ങൾ പറയുന്ന വില ഞാൻ തരാം. അവര് പറഞ്ഞു, വിലയും വേണ്ട, ഒന്നും വേണ്ട, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാണ്, എവിടെ വേണേലും എടുത്തു. നിങ്ങൾ 24 അധ്യായം വായിച്ചു നോക്ക്. ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് അവര് പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കേണ്ട തുക കൊടുത്താണ് മക്ബേല ഗുഹ അബ്രഹാം വാങ്ങിക്കുന്നത്. ഇതാണ് ഒരു ആത്മീയന്റെ ലക്ഷണം. മനസ്സിലാകുന്നുണ്ടോ? 500 കിട്ടാനുള്ള 250 അടിച്ചു മാറ്റുന്നവന്റെ പേരല്ല ആത്മീയൻ. സ്തോത്രം. വീഡിയോ ഓഫ് ആക്കിയിട്ട് പോകരുത്. മനസ്സിലാകുന്നോ? നമ്മളെല്ലാം ആത്മാവിൽ ഇതെല്ലാം ദൈവം കൃപ ചെയ്താന്ന്. എന്ത് കൃപ? അധ്വാനിക്കുന്ന അറിയാം അവന്റെ വിഷമം. സ്തോത്രം. ന്യായമായത് കൊടുത്തു. നമ്മുടെ സകല പ്രവൃത്തി ന്യായമായ രീതിയിൽ ചെയ്താലാണ് ന്യായമായ വിധി നമുക്കുണ്ടാകുന്നത്. സ്തോത്രം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. ഇന്നല്ല, നമ്മുടെ വിഷയം മുന്നോട്ട് പോകുമ്പോ അവിടെ എല്ലാം കയറി തുറന്നിട്ട് വരും എനിക്ക്. മനസ്സിലായോ? ഞാൻ മുമ്പേ ഓർപ്പിച്ചു, നമുക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ, ശിക്ഷാവിധി ഇല്ല. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. നമുക്ക് ശിക്ഷാവിധി ഇല്ല, നമുക്ക് ന്യായവിധിയേ ഉള്ളൂ. നമുക്ക് മാത്രമേ ന്യായവിധിയുള്ളൂ, മറ്റുള്ളവർക്ക് ശിക്ഷാവിധിയാണ്. ടോപ്പിക്ക് വേറെയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഞാൻ പറഞ്ഞത്, സൗകര്യം ഉണ്ടെന്ന് വെച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് കരുതി, നോങ്ങി വെച്ചെന്ന് കരുതി അവിടെ നമ്മുടെ ആത്മീയതയെ അളക്കാനുള്ള അവസരമാക്കി നമ്മുടെ ആത്മീയത വിട്ടുകൊടുക്കരുത്. കണ്ടോ? അബ്രഹാം പറഞ്ഞു, എനിക്ക് വെറുതെ ഒന്നും വേണ്ട, നിങ്ങൾ പാർക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഗുഹയല്ലേ, അവിടെ നിങ്ങൾ കാശ് പറഞ്ഞു തന്നേക്കാം. കൊടുത്തു, അത് വാങ്ങിച്ചു. അവിടാണ് സാറയെ കൊണ്ട് അടക്കം ചെയ്തത്. ഞാൻ ആ ഭാഗം വിടുകയാണ്. 24-ാം അധ്യായം 23-ാം അധ്യായം ഏറെക്കുറെ എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വേറെ കുറെ കാര്യങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും കയറിപ്പോയില്ല. അബ്രഹാം സാറയെ കുറിച്ച് കരയുന്നു, ഇസഹാക്ക് അതിനേക്കാൾ കൂടുതൽ കരയുന്നു. നിങ്ങളെ ഭാഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. കരഞ്ഞുകൊണ്ടിരുന്നോടത്തുനിന്നാണ് അബ്രഹാം എഴുന്നേറ്റ് പോയി ഹിത്യരോട് സംസാരിക്കുന്നത്. ഇസഹാക്കിന്റെ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസഹാക്കിന്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല. അബ്രഹാം ഓരോ ദിവസം കഴിയും തോറും പ്രായം കൂടി ചെല്ലുകയാണല്ലോ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടത് കൃത്യമായിട്ട് ചെയ്തു തീർക്കണമെന്ന് അബ്രഹാമിന് അറിയാം. മകന്റെ കല്യാണം നടത്തണം, കൊച്ചുപയ്യനല്ല, ഇപ്പൊ ഏകദേശം 10, 38, 40 വയസ്സോളം പ്രായമാകുന്ന ഇസഹാക്കിന് കല്യാണം കഴിപ്പിച്ചേ പറ്റൂ. ഓരോ കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സിന് വന്നത്രോ നിങ്ങൾക്ക് അപകടം വേറെ ഇല്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഈ മർമ്മം കേട്ട് തുള്ളാനാണല്ലോ ഈ വരുന്നത്. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കണമെന്നായി പറയുന്നത്. മാതാപിതാക്കൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം. കണ്ടോ? കൃത്യമായിട്ട് അബ്രഹാം മോന്റെ കല്യാണപ്രായം നടന്നപ്പോഴത്തേക്കിന് എന്തോ ചെയ്തു? എലയാസറിനെ വിളിച്ചു. എലയാസറിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം, സത്യം ചെയ്യിച്ചു. ഇസഹാക്കിന്റെ വളർത്തിയ രീതിയൊക്കെ ഭയങ്കരമായിട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. അതെല്ലാം കൂടെ പറയാൻ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾ ആ ഇസഹാക്കിന്റെ ജീവിതം മുഴുവൻ വായിച്ചു നോക്കണേ. ഇതുപോലെ പാപം പിടിച്ചൊരു പയ്യൻ. ചേട്ടൻ ഇസ്മായിൽ എത്ര പ്രാവശ്യം എടുത്തിട്ട് നല്ല ഗുമ്മിനിടി ഇടിച്ചു. വല്ലതും പ്രതികരിച്ചോ? ഇല്ലെന്നേ. പക്ഷെ നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കണേ. ഞാൻ പിന്നെ പറയാം, ഇപ്പോഴൊക്കെ പറയാം. ഈ അപ്പൻ അബ്രഹാം മരിക്കുമ്പോഴുണ്ടല്ലോ, ഇസ്മായിലിനെ കൂട്ടിക്കൊണ്ട് വന്ന അടക്കം നടത്തുന്ന ഇസ്ഹാക്ക്. നമ്മളാണെ പറയാം, എന്റെ അടിച്ചതിനകത്ത് ഞാൻ കയറ്റിയത്, ഞാനത് പിന്നെ പറയാം, ഇത് പറഞ്ഞിട്ടായിക്കോട്ടെ. പിന്നെ അതെന്റെ അതിനകത്തുണ്ടല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചേ, 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇസഹാക്കിന്റെ വിവാഹം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളാണ്. അതിന് എലയാസറിനെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഞാൻ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഷോർട്ടാക്കി പറഞ്ഞു പോകാമേ.
എലയാസർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അവിടെ ചെന്ന് എങ്ങനാ ഏത് വിധത്തിൽ പെങ്കൊച്ചിനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, കനാനിൽ നിന്ന് ഒരു കാരണവശാലും എടുത്തേക്കരുത്. എന്റെ ആൾക്കാർ അങ്ങനെ പത്തനാരാമിലും ഹാരാന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വേണം ഇസഹാക്കിന് ഒരു പെണ്ണെടുക്കാൻ. അതെന്താ? നമ്മൾ പറഞ്ഞ ആരായാലും കുഴപ്പം, ഒരു പെണ്ണായാ പോരെ. അവനിട്ടാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ തടസ്സം പറഞ്ഞല്ലേ? നോ, അങ്ങനല്ല. നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കണേ, ഈ ഭാഗം ശ്രദ്ധിക്കണം. കനാന്യരിൽ നിന്ന് പെണ്ണെടുക്കരുത്. പിന്നെ അപ്പോൾ എലയാസർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീക്ക് എന്നോടൊപ്പം പോരാൻ മനസ്സില്ലെങ്കിലോ ഞാൻ തിരിച്ച് അവിടെ ചെന്നൊരു പെണ്ണെടുത്തോണ്ട് വരട്ടെ? അപ്പോൾ അബ്രഹാമിന്റെ മറുപടി, നോ, കല്യാണം കഴിപ്പിച്ചില്ലേലും ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് അപ്പൻ ഉടമ്പടി ചെയ്യിപ്പിച്ചാണ് എലയാസറിനെ വിടുന്നത്. എത്ര ഡീപ്പായുള്ള കാര്യങ്ങളെന്നറിയാം 14-ാം അധ്യായം നമ്മൾ കാണുന്നത്. പോരുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ന്യായമായിട്ട് അങ്ങനെ വരാം. കാരണം ഈ ഇസ്ഹാക്ക് എപ്പോഴും കൂടാരവാസിയാണ്. അതുകൊണ്ട് ഇസ്ഹാക്കിന്റെ കല്യാണം കഴിച്ച പിറ്റേ ദിവസം മൂന്നാറിന് പോകാമെന്ന് വെച്ചാൽ നടക്കുകയല്ല. പുള്ളി കിട്ടുന്ന അവസരത്തിലും കൂടാ തപ്പം യാഗം കഴിക്കുന്നതെല്ലാം കണ്ട പുള്ളി വളരുന്നു. അപ്പൊ ഇപ്പോഴും കൂടാരിവാസിയായ ഒരു ചെറുക്കൻ സ്വന്തം തള്ളെ അടക്കാൻ ഒരു ചവക്കോട്ട പോലും സ്വന്തമായിട്ടില്ലാത്തതെന്ന് പറയാൻ ഞാൻ വരുന്നില്ലെന്ന് ഈ പെങ്കൊച്ചു പറഞ്ഞാലോ? അതാണ് എലയാസർ ചോദിച്ചത്. നമ്മളും ചിന്തിക്കല്ലേ, ചെറുക്കന് വേണ്ടി നമ്മൾ ഇന്നലും ചോദിക്കുമ്പോൾ ചെറുക്കന്റെ ആസ്തി എന്താന്ന് അവരും ചോദിക്കുമല്ലോ. നമ്മുടെ നാടൻ ഭാഷ പറയല്ലേ. അപ്പൊ ഇസ്ഹാക്കിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ നോക്കിയാലും പുള്ളി കൂടാരവാസിയാണ്. സ്വന്തമായിട്ട് വല്ലതും ഉണ്ടോ? അതുമില്ല. അപ്പനില്ലാത്ത പിന്നെ മകന് കാണും. സ്വന്തം അമ്മ അടക്കാൻ പോലൊരു സ്വന്തം ചവക്കോട്ട പോലും ഇല്ലാത്തൊരു പിള്ളേക്ക് ഞാനിവിടെ ചെന്നാൽ എങ്ങനെ ഇരിക്കും? ന്യായമായിട്ടൊരു ചിന്ത വരല്ലേ? യെസ്, അത് വെച്ചുകൊണ്ടാണ് എലയാസർ ചോദിക്കുന്നത്, സ്ത്രീ എന്നോടൊപ്പം പോകുന്നില്ല എന്തോ ചെയ്യും? അപ്പോൾ അബ്രഹാം അതിന്റെ ക്ലോസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന 24-ാം അധ്യായം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ യജമാനൻ പറഞ്ഞു വിട്ടതനുസരിച്ച് തന്നെ എലയാസർ ചെന്നു. ചെല്ലുമ്പോഴാണ് റബേക്കയും കൂട്ടരിലെ വെള്ളം കോരാൻ വന്നരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അന്ന് വിശദീകരിക്കേണ്ട തട്ടില്ല. അപ്പൊ എലയാസർ ചോദ്യം, കുടിക്കാൻ അല്പം വെള്ളം. ഒരു വാക്യം വായിക്കണേ. ആ ചോദിക്കുമ്പോ അവള് പറഞ്ഞൊരു മറുപടി 24-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വായിക്കാമോ? 24-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യം. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് എന്ന്, നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരേണം എന്ന് പറഞ്ഞു. യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിൽ ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം, നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. മതി മതി മതി, താങ്ക് യു. പോയിട്ട് അത്ര പെട്ടെന്ന് വായിച്ചല്ലോ. അവിടെ ശ്രദ്ധിച്ചേ, എലയാസർ ചെല്ലുമ്പോൾ റിബേക്കയും കൂട്ടരോട് വരുന്ന രംഗമാണല്ലോ 15-16 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അല്ലേ? അവിടെ ശ്രദ്ധിക്കണം, ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ഇന്നത്തെ പോലെ കപ്പി ഉപയോഗിച്ച് ഇങ്ങനെ കോരുകയല്ലോ, കടലിലേക്ക് പടവുകൾ ഇങ്ങനെ വെട്ടി ഇറക്കിയിരിക്കുകയാണ്. താഴെ ചെന്ന് പാത്രത്തെ മുക്കി എടുത്തോണ്ട് വരണം. അവൾ അത്രയും താഴെ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വരുമ്പോഴാണ് എലയാസർ എന്താ പറയുന്നത്? ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു, നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ മറുപടി, യജമാനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞ് വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. കുടിക്കാൻ വെള്ളം തരാൻ ചോദിച്ചപ്പം, അതിനാ തരാമല്ലോ, ഒരു ഗ്ലാസ് മതിയോ എന്നും പറഞ്ഞ് ചേട്ടയ്ക്കകത്ത് വെള്ളം കൊടുക്കാൻ പോവുകയാണെന്നല്ല. നിങ്ങളത് ഈസി ആയിട്ട് കാണരുത്. വെള്ളം കോരിയന്റെ വിഷമം അവക്കെ അറിയത്തുള്ളൂ. ഓരോ സ്റ്റെപ്പും ചവിട്ടി താഴെ ഇറങ്ങി ചെന്ന് വെള്ളം കോരിക്കൊണ്ടെന്ന് വന്നപ്പോഴാ കുടിക്കാൻ ചോദിച്ചേ. ഇന്നത്തെ പെമ്പിളാണ് പറയും, കടറൊക്കെ കാണാൻ മേല, ഇറങ്ങി കുടിക്കാൻ മേലെന്നേ ചോദിക്കുള്ളൂ അല്ലേ? ഞാൻ നടുവിന്റെ കണ്ണിയും പറഞ്ഞ് ഇതിനകത്ത് ഇറങ്ങി കോരിക്കോട്ട് വന്ന വെള്ളം തന്നെ നിങ്ങൾക്ക് വേണം
എന്ന് റെബേക്ക ചോദിച്ചില്ല. പക്ഷെ അതിനേക്കാൾ അത്ഭുതം എന്തെന്നറിയാമോ? അടുത്ത വാക്കാണ്, അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിത്തരാം. എന്റെ പൊന്നെ, ഒട്ടകം കുടിക്കാൻ കൊടുക്കുമെന്നല്ല, വേണ്ടുവോളം കൊടുക്കാമെന്ന് അവൾ പറഞ്ഞു. എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാത്ത രഹസ്യം ഞാൻ പറയാം. ഇവർക്ക് അത് പറയാൻ എങ്ങനെ തൻ്റെ ഇടം ഉണ്ടായി? നിങ്ങൾക്കറിയത്തില്ലേ, ഭൂമിയിൽ വെള്ളം കുടിക്കുന്നതിന് വല്ല മയവും കാണിക്കുന്ന ജീവിയാണോ ഒട്ടകം? ജീവികളിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു സാധനമാണ് ഒട്ടകം. 1 2 തൊട്ട് വെള്ളം കോരി കൊടുത്തായിരുന്നു ഒട്ടകത്തിന്റെ ദാഹം പോവുകയില്ല. നിങ്ങൾക്ക് ആ സംഭവം അറിയാമല്ലോ. അപ്പൊ അവള് തരാമെന്ന് മാത്രമല്ല, വേണ്ടുവോളം തരാമെന്ന് പറഞ്ഞു. ആ വാചകം കേട്ടപ്പോ എലയാസറിന്റെ മനസ്സിലായി, ഈ പെങ്കൊച്ചിന് കൊള്ളാം, ഇവളെ അബ്രഹാമിന്റെ കൂടാരത്തിൽ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. അതെന്താ? അപ്പന്റെ സ്വഭാവം വഴിയെ പോകുന്നവരെയും കാത്തു കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ് വീട്ടിൽ വിളിച്ചോണ്ട് വരുന്ന ഒരപ്പൻ. കൊണ്ടുവരുമ്പോ ഒരിടം കഴിഞ്ഞ് മാവെന്ന് പറഞ്ഞിട്ട് 3 ഇടം കഴിഞ്ഞ് മാവിന്റെ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മ. അങ്ങനെയുള്ള വീട്ടിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അറുത്ത് കൈക്ക് ഉപ്പ് തേക്കുകയില്ലാത്ത എണ്ണത്തിനെ കൊണ്ടുവന്നാൽ ആ വീട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവം പിടിച്ച ഇസഹാക്കിന്റെ കൂട്ടാളിയായിട്ട് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിയോ? ആ വീട്ടിലേക്ക് ഒരു സാധാരണ പെങ്കൊച്ചിനെ കൊണ്ടുവന്നാൽ ശരിയാകുകയല്ല. ഇവൾ ഇത്രമാത്രം പടവുകൾ ചാടി ഇറങ്ങി വെള്ളം കളക്ട് ചെയ്ത് എലയാസറിന് മാത്രമല്ല ഒട്ടകങ്ങൾ കൂടെ കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ എലയാസറിന് മുഖത്തേക്ക് നോക്കി. എലയാസറിന് പിടികിട്ടി, ഇത് യജമാനം പറഞ്ഞു വിട്ട വ്യവസ്ഥകളെല്ലാം ഏറെക്കുറെ. നിങ്ങൾ ആ 11 വാക്യം താവട്ടെന്ന് വായിക്കും, 10 മുതൽ വായിക്കും. നിങ്ങൾക്ക് അറിയാം, വായിക്കണ്ട, നമുക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകണം. ഇതിനകത്ത് വചനം അറിയാത്തവരല്ലല്ലോ ഇത് ക്ലാസ് ആയതുകൊണ്ടിരിക്കുന്നത്. വചനം പഠിക്കാനോ അറിയാവുന്നവരും ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞു പോകുന്നത്. നിങ്ങളത് പിന്നീട് വായിച്ചു നോക്കണം. 10 വാക്യം. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വളരെ ആപ്റ്റ് ആയിട്ട് വരുന്ന രംഗം നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു വ്യത്യാസവും ഇല്ലാതെ. ഉടനെ എലയാസർ ഇവളിങ്ങനെ ഓരോ പ്രാവശ്യം താഴോട്ട് ഇറങ്ങുന്നതും വെള്ളം കോരിക്കൊണ്ട് ഒട്ടകത്തിന് കൊടുക്കുമ്പോഴെല്ലാം എലയാസർ ഇങ്ങനെ ഇവളെ ശ്രദ്ധിക്കുക. ഞാൻ ഓർക്കുക, യൗവനക്കാരിയായ പെങ്കൊച്ചല്ലേ, ഓരോ പ്രാവശ്യം താഴെ ഇറങ്ങി കുറച്ച് വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ ഒട്ടകം കൊഴിച്ചു കൊടുക്കുമ്പോഴെല്ലാം എലയാസർ നോക്കി നിൽക്കുക. അവളെ വിയർക്കുന്നതും കഷ്ടപ്പെടുന്നതെല്ലാം കണ്ടോടെ നിൽക്കുകയല്ലേ. എലയാസറിന്റെ ഉള്ളിലെ സന്തോഷം എനിക്ക് മനസ്സിലാകാത്തത് അല്ലേ? അവക്കറിയാവോ, അവിടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയക്കുള്ള സ്റ്റെപ്പാണ് ഇവളി കയറി ഇറങ്ങുന്നതെന്ന് അറിഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. വരാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വത്തിന്റെ പടികളാണ് ഇവൾ കയറി ഇറങ്ങുന്നതെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടല്ലോ, സ്തോത്രം, വരാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ ചുവടുകളാണെന്ന് മനസ്സിലാക്കാൻ ഒത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനൊന്നും സ്തോത്രം പറയല്ലേ. സ്തോത്രം. ഇപ്പോഴത്തെ ഈ കയറ്റവും ഇറക്കവും ഈ ചുമടും നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും വന്നവർക്ക് കൊടുക്കുന്നതും ഒക്കെ വരാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ചുവടുകളാണെന്ന് മനസ്സിലാക്കാൻ ഒത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്ത്രീയെ ആലോചിക്കണം ചോദിച്ചപ്പം വേണ്ട, കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടെന്ന് അബ്രഹാം തീർത്തു പറയാൻ കാരണം അതെന്താ? ഒരു ദൈവവേദന്റെ ഫാമിലി സംബന്ധിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. അത് തന്നെ കാര്യം. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യം വായിക്കാൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമില്ലേ? കൊരിന്ത്യർ 2 ലേഖനം 6 അധ്യായത്തിന്റെ 14 വാക്യം. കൊരിന്ത്യർ 2 ലേഖനം 6 അധ്യായത്തിന്റെ 14 വാക്യം. Could you please read it? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്.
നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാത്ത എന്ന് പറഞ്ഞു. അത് ഇണയല്ലാപ്പുണ കൂടരുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നറിയാമോ? ഹെറ്ററോസ്യുഗയോ എന്നൊരു പദമാണ്. അതിന്റെ അർത്ഥം എന്നറിയാമോ? എനിക്ക് ആ ഭാഗമൊക്കെ ചിലപ്പോ ചിരിയും വരും, ചിലപ്പോ തമാശയും തോന്നും. ഈ ഹെറ്ററോസ്യുഗ എന്ന വാക്കിന്റെ അർത്ഥം unequally yoked together എന്നർത്ഥം. unequally yoked together. ഇംഗ്ലീഷ് വായിച്ചാൽ ആ വാക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, unequally yoked together. യോക്ക് എന്ന് പറഞ്ഞാൽ മുഖമെന്നല്ലേ? ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ? ഒരു നുകത്തിന്റെ കീഴിൽ ചേർച്ചയില്ലാത്ത രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കെട്ടരുത്. ഒരു നുകമാണെന്നുണ്ടെങ്കിൽ ആ നുകത്തിന്റെ കീഴിൽ ഒരുപോലെ രണ്ട് മൃഗത്തെയാണ് നിർത്തുന്നത്. ഒന്നെങ്കിൽ രണ്ട് കാള, അല്ലെങ്കിൽ രണ്ട് പോത്ത്. അങ്ങനല്ലേ നുകം വെക്കാറുള്ളത്? ഒരു സൈഡിൽ ഒരു പട്ടിക്കുഞ്ഞിനെ മറു സൈഡിൽ പോത്തിനെ കെട്ടി എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു സൈഡിൽ കാളയെ മറുഭാഗത്ത് ആടിനെ നുകത്തിന് കീഴിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. നുകം വെക്കുന്ന മൃഗം ഏതാണോ രണ്ടും ഒരുപോലെ ആയിരിക്കണം. ദൈവഹിതമല്ലാത്ത വിവാഹങ്ങളുടെ കാര്യം വേദപുസ്തകം പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. 2 Corinthians chapter 6 verse 14 says that ഒരു കാരണവശാലും unequally yoked together എന്ന അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. മനസ്സിലാവുന്ന ഞാൻ പറയാം. ചേർച്ചയല്ലാത്ത രണ്ടെണ്ണത്തെ ഒരേ നുകത്തിൽ കെട്ടരുത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം അബ്രഹാം ആ ഡോക്ട്രിൻ, ഞാൻ ചിന്തിക്കുകയാണ്, പൗലോസാണ് ഈ ഡോക്ട്രിൻ എഴുതുന്നെങ്കിലും അബ്രഹാമും ദൈവം തമ്മിലുള്ള ബന്ധം അപാരമല്ലേ? ദൈവത്തിൽ നിന്ന് കേട്ടതൊക്കെ അബ്രഹാമിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചാണ് തന്റെ ജീവിതത്തിലും തന്റെ തലമുറ ജീവിതത്തിൽ അബ്രഹാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. എനിക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയാമേ. ഇസഹാക്ക് ഈ കാര്യങ്ങൾ, എലിയാസർ പോയി ചെയ്ത ഈ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അതിന്റെ നിങ്ങൾ 24-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഈ വിഷയം വന്നപ്പോഴേ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളെല്ലാം കുടിച്ച് തീരുന്നത് വരെ ആലോചന വന്നപ്പോഴേ ബഹളം വെച്ചെന്നല്ല. ഈ ഒട്ടകങ്ങളെല്ലാം കുടിച്ച് തീരുന്നത് വരെ താൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മറിക്കണേ, അതിന്റെ 60-ാമത്തെ വാക്യം വായിക്കാമോ? അവർ റിബേക്കയെ അനുഗ്രഹിച്ചു, അവളോട് വായിച്ചേ 24-60 മുതൽ. ആണ്ട് കുവൈറ്റുകാർ പോയോ? ആര് വല്ലതും വായിച്ചോ? നോ പ്രോബ്ലം. അവർ റിബേക്കയെ അനുഗ്രഹിച്ച അവളോട്, സഹോദരി, നീ അനേകായിരമായി തീരുക, നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്തത്. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോട് കൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടു പോയി. എന്നാൽ ഇസഹാക്ക് ബേർലഹയിരോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കയായിരുന്നു. വൈകുന്നേരത്തെ ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. മതി, ബാക്കി ഞാൻ പിന്നെ പറയാം. ഇവിടെ ശ്രദ്ധിക്കണേ, എലയാസർ വീട്ടുകാരോട് ചോദിച്ചു, ഞാൻ എന്റെ യജമാനൻ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ വളരെ ആപ്റ്റായി വന്നിരിക്കയാൽ എന്റെ യജമാനന്റെ മകന് വേണ്ടുന്ന പെണ്ണിനെ ഞാൻ ദൈവം തന്നെ എന്റെ മുമ്പിൽ വരുത്തി, കാര്യങ്ങളെല്ലാം ശരിയായി.
അതുകൊണ്ട് ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു ബാ വന്ന കഞ്ഞിയെ കുടിച്ച് ഭക്ഷണം വെച്ച് സന്തോഷത്തോടെ പോകാന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വന്ന കാര്യം ക്രമീകരിക്കാതെ ഫുഡ് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു റബേക്ക ഇഷ്ടപ്പെട്ടു, അവൾക്ക് വളയും കൊടുക്കേണ്ട ആഭരണങ്ങളും എല്ലാം കൊടുത്തു അല്ലേ? സ്തോത്രം. അതൊക്കെ എങ്ങനെയാണ്, ഏതർത്ഥത്തിൽ എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ലെ, പിന്നെ ഈ മാലയും വളയും കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അതേ പിടിച്ചോണ്ട് നിങ്ങൾ പുറകെ പോകരുത്. സ്തോത്രം. അതെന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൂടെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ പെങ്കൊച്ചിനെ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നിർബന്ധിക്കരുത്, ബാല 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ, തിന്നു കുടിച്ച് സന്തോഷിച്ചൊക്കെ പിന്നെ പോകാം. അപ്പോൾ എലിയാസർ പറഞ്ഞു നോ നോ നോ, ഞാനിവിടെ തിന്നു കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. യജമാൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പരിപാടിയേ ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ അവിടെ വന്നവര് തന്റെ മാതാപിതാക്കളെല്ലാം ചോദിച്ചു, നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നോ? അവള് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. എന്താ പോവാന്ന് ഉറപ്പിക്കാൻ കാരണം? പോകാൻ സന്തോഷം തോന്നാൻ കാര്യം എന്നറിയാവോ? യജമാനം കൊടുത്തു വിട്ട ഐറ്റംസ് സ്വീകരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ ചെന്ന് കയറുന്ന ഇടം എങ്ങനെയുള്ളതാണെന്ന്. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നത് വല്ലതും കയ്യിലുണ്ടോ? അതുണ്ടെങ്കിലേ അങ്ങോട്ട് പോണ കാലത്ത് വല്ല താല്പര്യം തോന്നുന്നു. മനസ്സിലായില്ല. സ്തോത്രം. എനിക്ക് പിടികിട്ടുന്നില്ലല്ലേ? സംഭവം എന്നറിയാമോ? പിതാവായ അബ്രഹാമാകുന്ന ദൈവം പുത്രനായ യേശു ക്രിസ്തു എന്ന ഇസഹാക്കിന് വേണ്ടി സഭയാകുന്ന റിബേക്കയെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവെന്ന എലയാസർ വന്ന രംഗമാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തോ ഈ പറയുന്നോർത്ത് ഇപ്പൊ മനസ്സിലായി. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ? എല്ലാം കൈവത്തൊരു സ്വോത്രമൊക്കെ പറഞ്ഞാൽ എനിക്കും സന്തോഷമായി. നിങ്ങൾ വേറെ ആയിട്ടെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനതാ പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞേ. സ്വോത്രം. അങ്ങനെയാണെങ്കിൽ എലയാസർ തന്നതൊക്കെ നമ്മുടെ കൈ കാണണം. അവൾ പെട്ടെന്ന് പോയാക്കാന്ന് പറയാൻ കാര്യം എന്നറിയാമോ? പറയാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ 3 നഷ്ടങ്ങൾ നമുക്ക് അവിടെ കാണാം. 1, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. 2, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. 3, ഒരു വീട്ടിൽ 2 മക്കൾ, അതിൽ ഇളയവൻ നഷ്ടപ്പെട്ടു പോയി. 3 നഷ്ടങ്ങൾ. ആദ്യത്തെ അവസാനത്തെ അവിടെ നിൽക്കട്ടെ, നടുക്കത്തെ മാത്രം ഞാൻ പറയാം. ഒരു സ്ത്രീയുടെ പക്കൽ 10 ദ്രഹ്മ, അതിലൊന്ന് കാണാതെ പോയി. അവൾ പെട്ടെന്ന് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ നഷ്ടപ്പെട്ട ദ്രഹ്മ അവൾക്ക് തിരിച്ചു കിട്ടി. അത് കിട്ടിയപ്പോൾ ചുറ്റുപാടുള്ള മുഴുവൻ ആൾക്കാരെ വിളിച്ച് വിരുന്ന് നടത്തി അവൾ സന്തോഷിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, കയ്യിൽ നിന്ന് ദ്രഹ്മ താഴെ പോയി. അവിടെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ അവൾ വിളക്ക് കത്തിച്ചല്ല അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ കിട്ടി. അതിന് ഈ നാട്ടുകാരെ വിളിച്ച് വിരുന്നുണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നഷ്ടപ്പെട്ടു പോയ നാട്ടുകാരെ അറിഞ്ഞോ? ആരും അറിയാതെ അങ്ങ് ആ കാര്യം പരിഹരിച്ചാൽ പോരായിരുന്നോ? പിന്നെ ഈ നാട്ടുകാരെ വിളിച്ചു വിട്ടിട്ട് കാര്യം എന്നറിയാമോ? പറയാം. യഹൂദന്റെ സിസ്റ്റം അറിഞ്ഞെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പിടികിട്ടു. യഹൂദന്റെ സിസ്റ്റം അനുസരിച്ച് ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ ചെന്ന് കണ്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ വെറുതെ പോരുകയില്ല. ചെറുക്കൻ എന്തൊക്കെ ആസ്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന ദാനങ്ങൾ കൊടുത്തിട്ട് ചെറുക്കൻ തിരികെ പോകും. അവനുള്ള ആസ്തിക്ക് അനുസരിച്ചാണ് താൻ ദാനങ്ങൾ, ഗിഫ്റ്റുകൾ ഈ പെങ്കൊച്ചിന് കൊടുക്കുന്നത്. കൊടുത്തെന്ന് പറഞ്ഞ കാര്യം കല്യാണം നടക്കല്ല. കല്യാണം നടക്കണ ഇനിയും വർഷങ്ങൾ എടുക്കും, ടൈം പിന്നെ എടുക്കും. യഹൂദ രീതി അനുസരിച്ച് പെണ്ണ് കണ്ടതിന്റെ 3-ാമത്തെ ആഴ്ച കല്യാണം നടക്കുകയില്ല. പെണ്ണ് കണ്ടിട്ട് പോയെങ്കിൽ പിന്നെ തിരികെ ചെന്ന് അപ്പനോട് കാര്യം പറഞ്ഞിട്ട് ഈ പെണ്ണിനെ കൊണ്ട് താമസിക്കാനുള്ള വീടിന്റെ പണി നടത്തണം. അല്ല, അപ്പനുമായിട്ട് താമസിക്കുന്ന വീട്ടിലല്ല പെണ്ണിനെ കൊണ്ട് താമസിക്കേണ്ടത്. അപ്പൊ അതിന് വേറെ വീടിന്റെ പണി നടത്തണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കല്യാണം ഉറപ്പിച്ചൊരു ചെറുക്കം പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. എന്റെ പിതാവിന്റെ മുഖത്ത് അനേക വാസസ്ഥലം കൊണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുക.
പണി തീരുമ്പോൾ ഞാൻ മടങ്ങി ഒന്ന് ചേർത്തോളാം എന്നൊക്കെ പറഞ്ഞു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തെന്നറിയാമോ? ഈ ചെറുക്കൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ പെങ്കൊച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. എപ്പോഴാണോ തന്നെ വിവാഹം കഴിക്കാൻ ഈ ചെറുക്കൻ വരുന്നത്, വർഷങ്ങൾ എടുക്കുകയല്ലേ. ചെറുക്കൻ വരുമ്പോഴേ ഉടുത്തിരിക്കുന്ന സാരി അല്ല നോക്കുന്നത്, താൻ കൊടുത്ത ഗിഫ്റ്റുകൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതാണ് അറിയേണ്ടത്. അപ്പൊ അതേപടി എന്ത് ചെയ്യണം? എടുത്തു കൊടുക്കണം. ഈ 10 ഒരെണ്ണം പോയപ്പോ അവള് വെപ്രാളം പിടിക്കാൻ കാര്യം എന്നറിയാമോ? 10 ഒന്നല്ലേ പോലും, ബാക്കി 9 ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാഞ്ഞതിന്റെ കാരണം 9 കൊണ്ട് 1 പോലെന്നുള്ള ചെറിയ വിഷയം കൊണ്ടല്ല, ആ ഒരെണ്ണം മതി അവിടെ വിവാഹം മുടങ്ങാൻ. കയ്യിലുണ്ടായതിലൊന്നും നഷ്ടപ്പെടുമ്പോഴേ നാട്ടുകാർ പറഞ്ഞു അവിടെ ഭാവി പോയി, അവിടെ കല്യാണം നടക്കുകയല്ല, അവളെ ഏൽപ്പിച്ചേക്കാത്ത അവൾ വിശ്വസ്തയല്ലായിരുന്നു, നടക്കുകയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അടിച്ചു വാരി കിട്ടിയപ്പം തന്നെ കുറിച്ച് ഭാവി അടഞ്ഞു പോയത് പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കാൻ അവൾ തയ്യാറായത്. ഞാനൊരു ദൂത് പറയാം. ദൈവം ഏൽപ്പിച്ചതൊന്നും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ മനസ്സ് വെച്ചാൽ നിന്നെക്കുറിച്ച് കുറ്റവും അപവാദവും പറയുന്നവരെ കൂടെ ഉൾപ്പെടുത്തി അവരെ കൂടെ പന്തിയിലിരുത്തി മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിലകൊണ്ടുള്ള കാര്യം മറന്നു പോകരുത്. കുറ്റം പറഞ്ഞവരും അപമാനിച്ചവരും നമുക്കെതിരെ എഴുതിയവരും കുത്തുവാക്ക് പറഞ്ഞവരും ഒക്കെ കാണും. അവരെല്ലാം ഒപ്പമിരുത്തി പന്തിയിലിരുത്താൻ തക്ക നിലയിൽ മാനിക്കുന്ന ഒരു നല്ല ദൈവം. ഒറ്റ കണ്ടീഷൻ, കല്യാണം ഉറപ്പിച്ചു പോയി ചെറുക്കൻ തന്നതൊന്നും നഷ്ടപ്പെടുത്താൻ സൂക്ഷിക്കണം, ഇല്ലേ കുഴഞ്ഞു. അപ്പൊ അവൾ ഉടനെ പറഞ്ഞു ഞാൻ വരിക എന്ന് പറഞ്ഞു. കാരണം കൊടുത്ത ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ടപ്പോഴേ മനസ്സിലായി ചെറുക്കൻ ചെറിയ ആളല്ലെന്ന് മാത്രമല്ല, ഇത് എത്ര നാൾ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, അതിനേക്കാൾ നല്ലത് അങ്ങോട്ട് ചെല്ലുന്നാണ് തീരുമാനിച്ചു. അതാ പൗലോസും പറഞ്ഞത്, എനിക്ക് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നതാണ് നല്ലത്, അത് അത്യുത്തമമല്ലോ എന്ന് പറയാൻ കാര്യം അതാ. മനസ്സിലായല്ലോ? അത്യുത്തമമായ കാര്യങ്ങൾ പലതുണ്ടെങ്കിലും ശ്രേഷ്ഠമായ ഒരു കാര്യം പൗലോസ് അവിടെ എടുത്തു പറയാൻ കാരണം അതാണ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ചേർച്ചയല്ലാത്ത 2 എണ്ണത്തെ ഒരു മുഖത്തിൽ കെട്ടരുത് എന്ന് വാശി പിടിച്ചതിന്റെ കാര്യം ഇതാണ്. ചോദിച്ചപ്പോ പറഞ്ഞു ഈ പുരുഷനൂടെ പോകുന്നു, ഞാൻ പോകുന്നു. എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാമേ. എലയാസറും റിബേക്കയും ദാസിമാരും എല്ലാം ഓരോ ഒട്ടകപ്പുറത്ത് വരിക. ആ വരുന്ന സമയത്ത് ഇസഹാക്ക് എവിടെ ആയിരുന്നു അറിയാമോ? വെളിം പ്രദേശത്തിരുന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. കൂടാരത്തിനകത്ത് അപ്പൻ ദൈവവുമായി ബന്ധം പുലർത്തി യാഗം നടത്തുന്നത് കണ്ടു വളർന്ന ഇസഹാക്കിനോട് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ലോക ചരിത്രത്തിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് വിവരം അറിയാനായിട്ട് ആൾക്കാർ പോയ സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ചെറുക്കന്മാരെ ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പോകുന്നു, കൂടെ പോയ ആൾക്കാരനെ അഭ്യർത്ഥിരെ വിളിക്കാൻ പോകുന്നു. എന്തായി വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ ചെറുക്കന്മാര്. ഇസ്ഹാക്ക് ചെയ്തത് കണ്ടോ? വെളിം പ്രദേശത്ത് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുകയല്ല, ധ്യാനിക്കുക. ഇപ്പൊ മനസ്സിലായോ അബ്രഹാം ഇസ്ഹാക്കിനെ എങ്ങനെ വളർത്തിയെന്ന്? നിന്റെ കല്യാണമൊക്കെ ആയി വരിക, നീ ചുമ്മാ തന്നെ പിന്നെ നടക്കാതെ നീ പള്ളിയിൽ പോവുകയും സഭാകാര്യത്തിലൊക്കെ ഇടപെടുകയും പ്രാർത്ഥിക്കുക ചെയ്ത് മാത്രമേ സഭക്കാർ കാണൂ എന്നൊന്നും പറയേണ്ട ഗതികേട് ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ വന്നില്ല. അതെല്ലാം വീട്ടിൽ വെച്ച് കിട്ടിയ കോച്ചിങ്ങാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വേറിട്ടിരുന്ന് വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞ എത്ര മാതാപിതാക്കളുണ്ട്? അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ആത്മീയത്തിൽ ശ്രദ്ധിക്കുന്നില്ല? അവർ പഠിക്കുന്നതും വായിക്കുന്ന അവരുടെ ട്യൂഷൻ, അവരുടെ ഫീസ്, അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ആത്മീകരാണോ അല്ലയോ എന്നെക്കാട്ട് ശ്രദ്ധ പതിപ്പിക്കാത്തത്?
രാവിലെയും ട്യൂഷൻ വിടും, വൈകിട്ടും ട്യൂഷൻ വിടും. ശനിയാഴ്ച രാവിലെ 7 മണിയാകുമ്പോഴേ ട്യൂഷൻ കൊണ്ടുവിട്ടാൽ വൈകുന്നേരം 6 മണിക്ക് വിളിച്ചുകൊണ്ട് വരും. വെരി ഗുഡ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ വേദപുസ്തകം പഠിക്കുന്നേക്കാൾ എത്രത്തോളം ഉത്സാഹിക്കും? കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിന്റെ എക്സാം ആണെന്ന് പറഞ്ഞ് ഉപസിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അടുത്ത ആഴ്ച മോക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച വരെ ഉപസിക്കുന്ന മാതാപിതാക്കളില്ലേ? ഉണ്ട്. സോളിയാന്റി സമ്മതിച്ചിട്ടോ? ഉണ്ടെന്ന്. സ്വോത്രം. പക്ഷെ എന്തുകൊണ്ട് അവർ ആത്മീയരായിരിക്കണമെന്നുള്ള നിർബന്ധം നമുക്ക് വരുന്നില്ല? അവര് വലിയ എസ്എ പഠിച്ചില്ലെങ്കിലും, വലിയ എൻട്രൻസ് പാസ്സായില്ലെങ്കിലും, എന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നവളും ദൈവത്തിന് സമയം ചിലവഴിക്കുന്നവളും വചനത്തോട് ബന്ധമുള്ളവളും ആയിരിക്കണമെന്ന് ഉറപ്പുവരുന്നതിനേക്കാൾ വലുതാണോ മറ്റെന്തെങ്കിലും? കുഞ്ഞുങ്ങൾ ആരും ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരോട് ഇത് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ ചുമതലയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. You have to make sure that ഉറപ്പാക്കണം. ഇല്ലേ? ചോദിക്കണം, നീ ഇന്ന് വേദോസം വായിച്ചു? ഏത് ഭാഗമാണ് വായിച്ചേ? ചോദിക്കണം. സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ചോദിച്ച് കൊച്ചു പഠിച്ചെന്ന് ഉറപ്പ് വെച്ചല്ലേ സ്കൂളിൽ വിടത്തുള്ളൂ. ആ മാതാപിതാക്കൾ എന്തുകൊണ്ട് തിരുവെഴുത്തുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ എന്റെ കുഞ്ഞിന്റെ നിലവാരം എവിടെ എന്തുകൊണ്ട് അളന്നു നോക്കുന്നില്ല? ഞായറാഴ്ച രാവിലെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കണ്ടേ, ഇടി വാക്യം പഠിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പഠിച്ചോളാം. പിന്നെ ഏതാണ്ടെല്ലാം പുറത്തോട് നടക്കുക. മൈക്കിന്റെ മുമ്പിൽ നിന്ന് പകുതി പറഞ്ഞ് പകുതി പറയാതെ. കാരണം നമ്മൾ അത്ര ഇതിന് വെയിറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇസഹാക്കിനെ നോക്ക്. കല്യാണം നടക്കുമോ നടക്കാതിരിക്കുകയോ അവന് ഇസഹാക്കിന്റെ വിഷയമല്ല. ഇസഹാക്കിന്റെ വിഷയം അപ്പന്റെ ദൈവം, അപ്പനും ദൈവം തമ്മിൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ദാസന അബ്രഹാമോട് മറച്ചു വെക്കുമോ എന്ന് ദൈവം ചോദിക്കുന്നതൊക്കെ കണ്ടു വളർന്ന ഒരു ഇസഹാക്ക് കണ്ടോ? ഭൂമിയിൽ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പിതാവായ ദൈവം തന്റെ അപ്പനെ അബ്രഹാമോട് പറഞ്ഞേ ചെയ്യൂ. ലോകത്തിലെ മറ്റേത് നേട്ടത്തെക്കാളും ദൈവത്തെ പ്രതികരിക്കുന്നതാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിഞ്ഞ ഇസഹാക്കിന് ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും താൻ ഒരു ആത്മീയരായിരിക്കണമെന്നും ദൈവമായിട്ട് ബന്ധമുണ്ടെന്നും അത് ഉറപ്പുവരുത്തുന്നതിനാണ് ഇസഹാക്ക് ശ്രദ്ധിച്ചത്. അതാ ഞാൻ പറഞ്ഞ വിവാഹ കാര്യത്തിന്റെ ക്രമീകരണത്തിന് പോകുന്ന സമയത്തും ഇസഹാക്കിന്റെ വിഷയം പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു. നമുക്കും അങ്ങനെ ആയിരിക്കണം. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായോ? അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ റിബേക്കയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമില്ല. അതുകൊണ്ടാണ് വിളിച്ചോണ്ട് പോയത്. ഞാനൊരു കാര്യം പറയാം. വീണ്ടെടുപ്പുകാരനോടൊപ്പം താമസിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം നിർത്തിയതാണ്. ആ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ കാണിക്കണം. വല്ലതും പിടി കിട്ടിയോ? ചെല്ലാൻ പോകുന്ന കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ ജീവിച്ച് കാണിക്കണം. ചെല്ലാൻ പോകുന്ന വീടിന്റെ നിലവാരം എങ്ങനെയാണ്? വഴിയെ പോകുന്നതിനെ വിളിച്ചു വന്ന് കഞ്ഞി കൊടുക്കുന്ന വീട്. ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്? ഒരു മുറി അട കൊടുക്കാന്ന് പറഞ്ഞ 3 ഇടങ്ങളിൽ മാവിന്റെ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിലേക്ക് വേണം ചെന്ന് കയറാൻ. അറിഞ്ഞായിരുന്നോ? സ്വോത്രം. ആ ടെസ്റ്റാ ഇപ്പൊ നടക്കുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എലിയാസാർ ഒന്ന് കുടിക്കാൻ ചോദിച്ചപ്പോഴേ നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കോരിത്തരാം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അത് തിയറി കൊണ്ട് പറ്റിയല്ല, പ്രാക്ടിക്കൽ കൊണ്ട് തെളിയിക്കണം. ഇവിടെ തിയറി ഇല്ല, പ്രാക്ടിക്കലേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്?
ചെയ്യാന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് പോവുകയല്ല. പറഞ്ഞ ചന്നര അവള് കുടവെടുത്തുകൊണ്ട് കെട്ടിലേക്ക് ഇറങ്ങുക. സ്തോത്രം. ഞാൻ ചെയ്തോളാം തീരുമാനമെടുത്ത് പോവുകയല്ല. പറഞ്ഞു തീർന്നില്ല, അന്നേരം കുടവെടുത്തുകൊണ്ട് അവള് കിണറ്റിലിറങ്ങി. നമ്മൾ തീരുമാനമെടുത്തിട്ട് നാളെ എത്രയായി? ഇത് കിണറെവിടാന്നും അറിയത്തില്ല, കുടം എവിടാന്നും അറിയത്തില്ല. വരുന്ന ആളിൽ ദൈവം അനുവദിച്ചാൽ ഞാൻ കുറെ വെള്ളം കോരുമെന്നാണ് 31-ാം തീയതി തീരുമാനം നമ്മൾ എടുത്തത്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ എനിക്കൊരു കിണർ കാണിച്ചു തരണേ. ഇവനെ എന്തോന്ന് അറിഞ്ഞുകൊണ്ടാ തീരുമാനം എടുത്തത്? ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലേ ഒക്കൂ? അല്ലെ ഞാൻ മർമ്മം മാത്രം പറഞ്ഞു പോയാൽ മതിയോ? സ്തോത്രം. അപ്പോഴേ തീരുമാനമൊക്കെ എടുത്തില്ലായിരുന്നോ? കുടവാട്ടോണ്ട് ഇറങ്ങിക്കോളാന്ന്. എത്ര കാലം കോരി? എന്നിട്ട് വല്ലതും കോരിയോ? ആരെങ്കിലും ഒക്കെ ദാഹം പോയോ? അത് ഓട്ടോ ഇപ്പോഴും വഴി നിൽക്കുകയാണെന്ന് എന്റെ ചോദ്യം. നമ്മളെടുത്ത തീരുമാനം അനുസരിച്ച് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒട്ടകം മാത്രമേ കാണുള്ളൂ. ഇന്ന് വരെ ഒറ്റ ഒട്ടകത്തിന് ദാഹം തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അതാ സത്യം. ഞാൻ മുന്നോട്ട് പോകുന്നു. ലാഗ് ചെയ്ത് പോകണ്ടല്ലോ. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ വിട്ടുപോകരുത്. ഞാൻ തീർത്തും പറയാം, ചെല്ലുന്ന വീടിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവിടെ ബിഹേവ് ചെയ്ത് ശീലിച്ചെങ്കിലേ കാര്യം നടക്കൂ. കാരണം ഒരാത്മികൻ അവന് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാ. വല്ലതും പിടി കിട്ടിയോ? ഒരു ദൈവം ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കാണ് ഗുണമുണ്ടാകേണ്ടത്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണമാണ് നീ അന്വേഷിക്കാൻ പറയാൻ കാര്യം. ആത്മീകൻ തനിക്കുണ്ടോ, തന്റെ ദാഹം മാറിയോ, തന്റെ വീട്ടിലേക്ക് വെള്ളം ചുമന്നോ, അതല്ല വിഷയം. ദാഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും കോരി കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അവിടെ ആത്മീയത തെളിയുന്നത്. ക്ലിയർ ആയിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് 25-ാം അധ്യായത്തിലേക്ക് ഒന്ന് ചാടിക്കറിയാൻ കൊള്ളാമെന്നുണ്ട്. ഇസഹാക്കിൻ നോക്കും വെളിമ്പറശി പോയ സമയത്താണ് റിബേക്കയും കൂട്ടരും എലയാസറും എല്ലാം വരുന്നത്. ഈ ഒട്ടകങ്ങൾ വരുന്നതുകൊണ്ട് അബ്രഹാം തലപൊക്കി നോക്കി. ഉടനെ റിബേക്ക ആ വെളിമ്പറശി നിൽക്കുന്ന ആരാണെന്ന് തൊട്ടടുത്തുള്ള ചോദിച്ചു പറഞ്ഞു, നിന്റെ യജമാനനാണ്. ഉടനെ മുഖം ഒന്നുകൂടെ മൂടി. എന്താണ് ഒന്നുകൂടെ ഇത് മാറ്റിട്ട്, ഞാൻ ഒന്ന് കാണട്ടെ. പിന്നെ നിങ്ങളാണ് കണ്ടത്, ഞാൻ വേണ്ടേ കാണാൻ എന്ന് പറഞ്ഞ് ചാടിയേ. മാത്രമല്ല ഒട്ടപ്പുറത്തു നിന്നൊക്കെ താഴെ ഇറങ്ങി. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. 64-ാമത്തെ വാക്യം. റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. അടുത്തത്, ഇസഹാക്ക് അവനെ തന്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ശ്രദ്ധിക്കണേ. കണ്ടപ്പോഴേ ഒട്ടകപ്പുറത്തുനിന്നും താഴെ ഇറങ്ങി. യജമാനൻ വെളിമ്പറച്ച് നിൽക്കുന്ന ഇവൾ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് പറഞ്ഞ് തലപ്പൊക്കി നിന്നല്ല. യജമാനൻ എന്നറിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒരു മൂടുപടം എടുത്ത് മൂടി. എനിക്ക് അവിടെയൊക്കെ കുറെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ പല കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ രക്തത്തിൽ ആശ്രയിച്ചതെല്ലാം അങ്ങ് വിടുക. സ്തോത്രം. അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആളെ കണ്ടു, അതാരാ? അവൾക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടി. അതിനെ ചോദിച്ചത് ആരാണ്? അപ്പോൾ ഇലേസ എന്ന് പറഞ്ഞു, എന്റെ യജമാനൻ. നിങ്ങൾ നോക്കണേ, എന്റെ യജമാനൻ തന്നെ എന്ന് ദാസന് പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യമൊക്കെ ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു.
ഇന്നത്തെ പെമ്പിള്ളേരാണെങ്കിൽ കണ്ടോ, പുള്ളി അവിടെ നിന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കാൻ. എന്ത് കട്ടം തയ്ച്ചെന്നറിയോ, ഞാൻ ഇതെല്ലാം കൂടെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി എന്തുമാത്രം വെള്ളം, ശകലം വെള്ളം വല്ല കുടിക്കുന്ന ഒട്ടത്തെ കൊണ്ടാണ് ഈ മനുഷ്യൻ വന്നത്. എന്നാൽ അതുകൊണ്ട് ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണക്ക് പറയാനൊന്നും റിബേക്ക പറഞ്ഞില്ല. സ്വോത്രം. പിന്നെ എന്താണ് അവിടെ നടന്നറിയാമോ? യജമാനാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവളെ തന്നെ ഒന്നുകൂടെ കവർ ചെയ്ത് നിന്നിട്ട് ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. നിങ്ങൾ ആ വാക്യങ്ങളൊന്നും വിടരുത്, അതൊക്കെ ഞാൻ പിന്നീട് വരുമ്പോൾ എനിക്ക് വിസ്തരിക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയിന്ന്? പ്രായമായിരിക്കുന്ന കളവന്റെ അരിക്കൽ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞു. ഞാനിവിടെ വേറെ വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി താമസിക്കാം, ഈ പ്രായമായിരിക്കുന്ന അപ്പൻ്റെ കൂടെ താമസിച്ച് നമ്മുടെ സ്വസ്ഥത കളയണ്ട എന്നല്ല പറഞ്ഞു. ഇസ്ഹാക്ക് കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയാമോ? അമ്മയായ സാറയുടെ കൂടാരത്തിൽ. ഇതാണ് ഒരു വിവാഹത്തിന്റെ ശരിയായ സ്ട്രക്ചർ. അപ്പന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും തിരിച്ച് അവർക്ക് ശുശ്രൂഷകൾ നൽകിയും സ്വോത്രം. അല്ല വാടകയ്ക്ക് വേറെ വീട് എടുത്തിട്ട് ചല്ലിൽ ചെയ്തത്. അതെനിക്ക് സന്തോഷം മുഴുവൻ. കണ്ടോ ഇസ്ഹാക്ക് ചെയ്ത ആ രീതികളൊക്കെ എത്ര ഭംഗിയാണ്. അതിന്റെ കാര്യം ഞാൻ പറയാം. തന്റെ അമ്മയായ സാറ മരിച്ചു അല്ലേ? ഈ റിബേക്ക അവിടെ ചെന്ന് കയറിയതോടുകൂടെ തന്റെ അമ്മയായ സാറയുടെ മരണ ദുഃഖം ഇസഹാക്കിന് പോയി, തീർന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ ചുമതല ഒരു ഭർത്താവിന്റെ ഭാര്യയായിരിക്കുന്നത് മാത്രമല്ല, ഒരമ്മ കൂടിയായി മാറുകയാണ് ഭർത്താവിന്. അതുകൊണ്ട് ഭാര്യ വിളിക്കുന്നത് വീട്ടമ്മ എന്നല്ലേ? അല്ലേ? വീട്ടമ്മ എന്നല്ലേ പറയുക? ആ വീടിന്റെ അമ്മ. കേവലം ഒരു ഭാര്യയായിരിക്കുന്ന മാത്രമല്ല, ഒരമ്മയുടെ സാന്ത്വനവും ആശ്വാസവും സമാധാനവും ഒക്കെ കൊടുക്കുന്ന വ്യക്തിയുടെ ആയിരിക്കണം ഭാര്യ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇത് ഫാമിലി കോൺഫറൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ തൊട്ട് പോകുന്നത്. കാരണം നമ്മുടെ വിഷയം അല്പം വിസ്താരമായ കാര്യമായതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള പ്രാക്ടിക്കൽ ലെസൺ ഞാൻ പറയാതെ പോയാൽ ശരിയാവുകയില്ലല്ലോ. അതിനെ കാരണം തന്റെ അമ്മയായ സാറയുടെ മരണ ദുഃഖം മാറി ആര് വന്നപ്പോൾ? റിബേക്ക വന്നപ്പോൾ. അവൾ വന്നു കയറിയപ്പോൾ അമ്മായിമ്മ എന്ത് മരിച്ചോ? ഓ സ്വസ്ഥത കിട്ടി എന്ന് അവള് പറഞ്ഞില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നേരത്തെ പോയായിരുന്നു. ഇനി വന്നു കഴിഞ്ഞ് ഫലം ഉണ്ടാക്കുന്നതിന് മുമ്പേലും ഞാൻ വരുന്നതിന് മുമ്പേ പോയി കിട്ടിയല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല റിബേക്ക അവിടെ വന്ന് കയറിയത്. മറിച്ച് അമ്മയുടെ വേർപാടുണ്ടാക്കിയ ഗ്യാപ്പ് നികത്തി ആ അവസരത്തിൽ ഇസഹാക്കിനുണ്ടായിരുന്ന മനോവേദനയും കൂടെ നികത്തിക്കൊണ്ടുള്ള ഒരു ഗൃഹപ്രവേശനമാണ് അവിടെ നടന്നത്. ഇനി പറ. സ്തോത്രം. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ അവിടുത്തെ ഇല്ലായ്മയെല്ലാം സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതല്ല ഒരു ഭാര്യയുടെ മഹത്വം. അവിടുത്തെ ശൂന്യതകൾ നികത്തി അവരുടെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു സ്ത്രീയുടെയും ഒരു ഭാര്യയുടെ മഹത്വം നിലകൊള്ളുന്നത്. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നേച്ച് പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് അമ്മ അവിടുന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, അവിടെ രാവിലെ കാപ്പിക്ക് എന്നതായിരുന്നു, ഇവിടുത്തെ പോലെ വല്ലതും ഉണ്ടായിരുന്നു? ഓ എൻ്റെ അമ്മ, മമ്മി അവിടുത്തെ പോലെ ഒന്നും ഇവിടെ ഇല്ല. ഞാൻ രാവിലെ അവിടെ എന്തെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന അതൊന്നും ഇവിടെ ഇല്ല എന്ന് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കരുത്. അത് കേൾക്കേണ്ട ആൾക്കാർ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല്ല, അങ്ങനെ ആരും ഇതിനകത്തില്ല. പോട്ടെ. ഇനി അഥവാ ഉണ്ടെങ്കിൽ പിന്നീട് കേൾക്കുന്നവരാണേലും അവർക്ക് വേണ്ടിയൂടെ ഞാൻ പറയുകയാണ്. ചെന്ന് കയറിയ വീട്ടിലെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ വിളിച്ചു പറയുന്നതല്ല, മറിച്ച് തന്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ആ വീട്ടിലെ ശൂന്യതകളെല്ലാം നികത്തി അവരുടെ കണ്ണുനീരൊപ്പി തന്റെ സാന്നിധ്യം സഹകരണങ്ങൾ കൊണ്ടും
ഒരു വ്യക്തിയുടെ ദുഃഖം മാറ്റാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഉത്തമയായ ഒരു ഭാര്യയുടെ മഹത്വം നിലകൊള്ളുന്നത്. സ്തോത്രം. റിബേക്ക അവിടെ ചെന്ന് കയറുന്നത് കൂടെ തന്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നിലയിൽ സ്വന്തം മാതാവിൽ നിന്നുള്ള അനുഭവങ്ങളും സാന്ത്വനങ്ങളും പരിചരണങ്ങളും കിട്ടുമായിരുന്നോ അതെല്ലാം നൊടിയിടയ്ക്കുള്ളിൽ സാറയിൽ നിന്ന് ലഭിച്ചതിലൂടെ ഒരു ഭാര്യയെ കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു മാതൃസ്നേഹത്തിന്റെ എല്ലാ സ്നേഹ വായ്പകളും പകർന്നു കൊടുക്കാൻ റിബേക്കയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ഭദ്രതയും ഒക്കെ എത്ര വലുതാണ്. 25-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കിനും അബ്രഹാമിന്റെ പ്രായാധിക്യം, മരണം 25-26 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. ഞാനതാ പറഞ്ഞ അബ്രഹാം ഇസ്ഹാക്കിനെ ട്രെയിൻ ചെയ്തെടുത്തതിന്റെ ഏറ്റവും വലിയ ഗുണമാണ് അബ്രഹാം. ഞാൻ പിന്നീട് പറഞ്ഞാണ്, ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, അബ്രഹാം മരിച്ചപ്പോൾ ഇസ്ഹാക്ക് ആദ്യം ഓടിയത് ചേട്ടനായ ഇസ്മായിലിന്റെ അടുക്കലാണ്. റിബേക്ക ഇടയ്ക്ക് കയറി നിന്നോ, നിങ്ങൾ അവിടെ പോവാൻ ചോദിച്ചു, ചേട്ടി കൈ പിടിച്ചോണ്ട് നിന്നോ, മനുഷ്യ നിങ്ങൾ എങ്ങോട്ട് പോവുക? അപ്പച്ചൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എങ്ങോട്ട് ഓടുക ചോദിച്ചോ? നിങ്ങൾ ഇന്ന് ഈ സ്ഥിതി വരാൻ കാരണം ആ മനുഷ്യൻ ഒറ്റൊരാളല്ലേ? ആ മനുഷ്യനെ കൂട്ട് വേണോ അപ്പച്ചന്റെ ശവസംസ്കാരം നടത്താൻ? നിങ്ങൾ എന്തുമാത്രം ദ്രോഹിച്ചതാ? ആ ഇസ്മായിലിനെ കൂട്ടിക്കൊണ്ട് വേണോ അപ്പച്ചന്റെ ശവസംസ്കാരം നടത്താൻ എന്ന് പറഞ്ഞ് വിലങ്ങ തടിയാട്ടി റിബേക്ക നിന്നോന്നാ ഞാൻ ചോദിച്ചേ. നോ. ഇസ്ഹാക്ക് ആദ്യം ഓടി ഇസ്മായിലിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരുമിച്ച് രണ്ടുപേരോടെ ചേർന്നാണ് അബ്രഹാമിന്റെ അടക്കം നടത്തി. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട രഹസ്യം ഞാൻ പറയാം. ചെന്ന് കയറുന്ന വീട്ടിൽ, ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ് കേട്ടോ. ഞാനിപ്പം ഇസ്ഹാക്കും റിബേക്കയും ആ റോളിൽ നിൽക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഭാര്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് തിരിച്ചും ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഇതുണ്ടാകേണ്ടത്. ഇതെല്ലാം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓരോന്നും കൃത്യമായി ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഗുണപാഠങ്ങൾ തന്നെയാണ്. നിങ്ങൾ അതിന്റെ ഗൗരവം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അടുത്ത അധ്യായങ്ങൾ ദൈവം വെച്ച് നമുക്ക് 3-4 മിനിറ്റ് ഉണ്ടെങ്കിലും ആ അധ്യായം ഞാൻ ഇപ്പോൾ കയറി തുടർന്നില്ല. ദൈവം വെച്ച് നമുക്ക് അടുത്ത ആഴ്ചയിൽ ആ ക്ലാസ് ചിന്തിക്കാം. എന്റെ തൊണ്ട അല്പം വല്ലാതെ പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ 2 മിനിറ്റ് മുമ്പ് അങ്ങ് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ തൊണ്ട വല്ലാതെ പോയി. ഇടയ്ക്ക് എന്റെ ശബ്ദം ഒന്നും അല്ലാതെ നിങ്ങൾ കേട്ട് കാണും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്കടുത്ത വ്യാഴാഴ്ച വീണ്ടും ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ. വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ, അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറക്കരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനകത്തെ പ്രധാന പോയിന്റ്സ് ഒന്നും നിങ്ങൾ വിട്ടുകളയരുത്. നോട്ട് ചെയ്തിരുന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് തെളിയിക്കണം. ഞാൻ പറഞ്ഞ പ്രധാന പോയിന്റ്, റിബേക്ക ചെന്ന് കയറുന്ന വീട്ടിലെ നിലവാരം അനുസരിച്ചാണ് ഇവിടെ ബിഹേവ് ചെയ്തത്. നമ്മൾ ചെന്നെത്താനുള്ള വീടിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം ഇവിടെ ജീവിക്കാൻ. അത് പ്രൂവ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.